പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നൊമ്പരമായി അവശേഷിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും പ്രവാസികളുമായി ഒരുപാട് ബന്ധങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചവർ, ഞങ്ങളുടെ ജില്ലയിൽ തന്നെയുള്ള ഒരുപാട് ആളുകളുമായി ആത്മബന്ധം പുലർത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ സഹോദരനടക്കമുള്ള രാജഗോപാൽ അടക്കമുള്ള ആളുകൾ പ്രവാസ ഭൂമികയിലാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഡയമണ്ട് നെക്ലേസിലെ കഥാപാത്രവും ക്യൂബ മുകുന്ദൻ എന്ന അറബിക്കഥയിലെ കഥാപാത്രവും പത്തേമാരിയിലെ മൊയ്തീനും ഗദ്ദാമയിലെ റസാഖും ഒക്കെ തന്നെ ജീവിച്ച് കാണിച്ചത്. അതൊന്നും ഒരിക്കലും ഒരു കഥാപാത്രമായിട്ടുള്ള രീതിയിലല്ല പ്രവാസികളും മലയാളവും കണ്ടത്. നമ്മുടെ ഇടയിലുള്ള ഒരാൾ, നമ്മളിലൊരാളായിട്ട് തന്നെ ശ്രീനിയേട്ടന് മാറാൻ സാധിച്ചു. ഒരുപാട് ആത്മബന്ധങ്ങളും ഒരുപാട് നിലപാടുകളുമുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം മലയാളക്കരയെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. കണ്ണൂരിൻ്റെ നഷ്ടം മാത്രമല്ല, കേരളത്തിൻ്റെ, മലയാളത്തിൻ്റെ, ഇന്ത്യൻ സിനിമയുടെ നഷ്ടം കൂടിയാണ് ശ്രീനിയേട്ടൻ്റെ ഈ വിടവാങ്ങൽ. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ.